പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. രാജകുമാരിക്ക് കൊട്ടാരത്തിനുള്ളിൽ മാത്രമേ ജീവിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രാജകുമാരിക്ക് പുറം ലോകം കാണാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ദിവസം കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ദൂരെ ഒരാളുടെ മനോഹരമായ സംഗീതം അവൾ കേട്ടു. അവൻ ഒരു സാധാരണ യുവാവായിരുന്നു. രാത്രികളിൽ ഇരുന്ന് വീണ വായിക്കുന്ന ഒരു സംഗീതജ്ഞൻ. ആ സംഗീതം രാജകുമാരിയുടെ ഹൃദയത്തെ സ്പർശിച്ചു. അവൾ ജനലിലൂടെ ഒളിഞ്ഞു നിന്ന് അവൻ്റെ സംഗീതം ആസ്വദിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. സംഗീതജ്ഞനെ കാണണമെന്ന ആഗ്രഹം രാജകുമാരിക്ക് കൂടി. ഒരു രാത്രി അവൾ സാധാരണ വസ്ത്രം ധരിച്ച് കൊട്ടാരം വിട്ടിറങ്ങി. നഗരത്തിലെ ജനങ്ങൾക്കിടയിൽ അവൾ ജീവിച്ചു. ദരിദ്രരെയും വിശക്കുന്ന കുട്ടികളെയും കണ്ടു. ജനജീവിതം എന്തെന്ന് അവൾ അറിഞ്ഞു. അവരെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ജീവിച്ചപ്പോൾ അവൾ മനസ്സിലാക്കി, യഥാർത്ഥ സന്തോഷം കൊട്ടാരത്തിനുള്ളിലല്ല, ജനങ്ങളുടെ ഇടയിലാണ്. എന്നാൽ അതേസമയം രാജകുമാരിയെ തിരഞ്ഞ് കൊട്ടാരത്തിൽ നിന്നും സൈനികരെത്തി. രാജകുമാരിയെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. രാജകുമാരി തിരിച്ചെത്തിയപ്പോൾ രാജാവ് ദേഷ്യത്തിലായിരുന്നു. തൻ്റെ അനുവാദം കൂടാതെ പുറത്തു പോയതിൽ രാജാവ് ഒരുപാട് കോപിച്ചു. പക്ഷെ രാജകുമാരി തൻ്റെ സ്വാതന്ത്ര്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. രാജകുമാരി ജനങ്ങളുടെ കഷ്ടപ്പാടുകളും അവരുടെ ജീവിതവും രാജാവിനോട് പറഞ്ഞു. യഥാർത്ഥ രാജകീയത അധികാരത്തിലല്ല, ജനങ്ങളോടുള്ള സ്നേഹത്തിലും കരുണയിലുമാണ്. രാജകുമാരിയുടെ വാക്കുകൾ കേട്ട് രാജാവിൻ്റെ കണ്ണ് നിറഞ്ഞു. തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിൽ രാജാവ് പരാജയപ്പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ രാജാവ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടു, പരിഹാരം നൽകി. അവസാനം രാജകുമാരിയും സംഗീതജ്ഞനും ഒരുമിക്കുകയും ചെയ്തു. ജനങ്ങൾ അവരുടെ സന്തോഷം ആഘോഷിച്ചു.